ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഷാസ് കോർണർ ഹിയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബിക് ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചട്നി നമുക്ക് മന്തി, കബ്സ, പിന്നെ മജ്ബൂസ്, മദ്ഹൂത്ത് പോലെയുള്ള എല്ലാ അറബിക് റൈസിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ UAE മിക്ക റെസ്റ്റോറൻറ്റിലും അറബിക് റൈസിൻ്റെ കൂടെ ഈ ഒരു ചട്നി ആയിരിക്കും സെർവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അറബിക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് തക്കാളി, പിന്നെ ഒരു ചെറിയ ഉള്ളി. ഇപ്പോൾ നിങ്ങൾ മീഡിയം സൈസ് ഉള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതിയാവും. പിന്നെ 6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കൈപ്പിടി നിലയ മല്ലിയില, കൂടെ ഒരു 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ പച്ചമുളകൊക്കെ എന്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചട്നി ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴത്തേക്കും ഇതിന് കൂടെ വെള്ളം ചേർക്കാൻ പാടില്ല. അതേപോലെ നിങ്ങളിത് നൈസായിട്ട് അരച്ചെടുക്കാനും പാടില്ല. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും നിങ്ങൾ വെള്ളം ചേർത്ത് നൈസായിട്ടൊക്കെ അരച്ചെടുക്കുമ്പോഴത്തേക്കും. ചോപ്പറിലാവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. നൈസായിട്ടൊന്നും അരിഞ്ഞ് കിട്ടത്തില്ലല്ലോ. കുറച്ചൊന്ന് ചോപ്പായതിന് ശേഷം ഇതിന് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പകുതി ലെമൺ ജ്യൂസ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് ഒന്നും കൂടി ഇതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്നും പറയുന്നതുണ്ടല്ലോ, ഇതേപോലെ ക്രഷ്ഡ് ആയിട്ട് തന്നെ വേണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉപ്പ്, പുളി എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. അറബിക് റൈസിൻ്റെ കൂടെ എന്തായാലും ഈ ഒരു അറബിക് ചട്നി കൂടി മസ്റ്റാണ്. എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് ടൈം അറബിക് ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്.